വേദപുസ്തകത്തിലെ യോബ് എന്നൊരു ഭക്തനുണ്ട്. യോബ് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നെ ആ തീയുടെ ശോധനയിലൂടെ കടത്തിവിട്. ആദ്യം തന്നെ സൗകര്യങ്ങളൊക്കെ വന്ന് തന്നെ ഫ്രണ്ട്സൊക്കെ വന്ന് തന്നെ കുറ്റം പറയുന്നു. തൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ. തനിക്ക് ഒത്തിരി വേദനയുണ്ട്, താൻ അവിടെയൊക്കെ തർക്കിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. നിരാശയുടെ വാക്കുകൾ ഒത്തിരി യോബ് പറയുന്നുണ്ട്. പക്ഷേ താൻ ദൈവവുമായി അടുക്കുമ്പോൾ താൻ പറയുവാണ്, എന്നെ പ്രശ്നത്തിലൂടെ എന്നെ ഒന്ന് കടത്തിവിട്, ഞാൻ പൊന്നുപോലെ പുറത്തു വരും പറയാൻ കഴിയുള്ളൂ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, കഷ്ടങ്ങൾ നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ കാരണമായി. അങ്ങനെയാണ് ഇന്ന് ഈ ചെറിയ സന്ദേശം എനിക്ക് പറയാനുള്ളത്. നീ കടന്നു പോകുന്ന വേദന, നാമനിമിത്തമുള്ള കഷ്ടതകളുണ്ടല്ലോ, അല്ലാത്തതൊന്നും ദൈവം തന്നാൽ നീ പറയരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീന്ന് പറയുന്നതിൻ്റെ കാരണം, പിശാച് നമ്മുടെ മുമ്പിൽ കൊമ്പും വെച്ച് വന്ന് മുമ്പിൽ നിൽക്കുമല്ല. അവൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അവനിടുന്ന ഭയം, അവനിടുന്ന രോഗങ്ങൾ, അവനിടുന്ന തകർച്ചകൾ, അവനിടുന്ന നിരാശകൾ, അവനിടുന്ന കടഭാരങ്ങൾ, അതിനെ നീ എതിർക്കണം. പക്ഷെ ദൈവം നിന്നെയോടുള്ള വിളി, നിന്നെ ചിലത് പഠിപ്പിക്കുക, വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ തന്നെ കടത്തി വിടുമ്പോൾ നമുക്ക് യോബിൻ്റെ ചരിത്രം അറിയാം. ദൈവം അനുവദിച്ചിട്ടാണ്. ജീവനെ തൊട്ടരുത്, നിനക്ക് എന്തോ ആകാം. പക്ഷെ അവിടെ താൻ ഒടുവിൽ പറഞ്ഞു, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. മൈ റിഡീമർ ലിവ്സ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്നെ കടത്തിവിട്, പൊന്നുപോലെ താൻ പുറത്തു വന്നില്ലേ. 6, 7, 8 മാസം മാത്രമുള്ള എൻ്റെ കഷ്ടത. മക്കളെ മടക്കി കൊടുത്തു, എല്ലാം ദൈവം വൈരട്ടിയായി മടക്കി കൊടുത്തു. ഇന്ന് പകല വേദനയുടെ കൂടും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പറയണം, യോബ് പറഞ്ഞ പോലെ പറയണം, ഞാനതിലൂടെ പോയാൽ ഞാനവിടെ സ്റ്റക്കായിട്ട് കിടക്കുമെന്നല്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കൂരരുകൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. യഹോവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അതിന് നടുവിൽ താൻ വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. എന്നെ ആ പ്രതിസന്ധി വിട്, ആ വേദനയോടെ എന്നെ കടത്തിവിട്, പൊന്നുപോലെ പുറത്തു വരും. അങ്ങനെ ആരോ വേദനയോടെ കടന്നു പോകും. നിന്നോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്, നീ പുറത്തു വരും. നീ ആ പ്രതിസന്ധി പുറത്തു വരും. ശത്രുവിൻ്റെ അശുദ്ധ കരങ്ങൾ നിൻ്റെ ഭവനത്തിലോ നിൻ്റെ മിനിസ്ട്രിയിലോ നീയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് പൊട്ടിമാറി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരികയാണ്. ആ തീയുടെ ശോധന നിന്നെ തകർക്കാനല്ല, നിന്റെ പരാജയത്തിനല്ല, നിന്റെ ജയത്തിനാണ്. ദൈവം കരം പിടിച്ച് നിന്നെ പുറത്തുവിട്ട് ഒരു കാഴ്ചയെ കാണും. വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ആമേൻ പറഞ്ഞാട്ടെ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ.